ആവേശത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. 9:15 ഷോ തുടങ്ങുന്നത്. സ്വാഭാവികമായിട്ടും ആരാധകർ ഇപ്പോൾ തിയേറ്ററിലേക്ക് പോകാൻ നമുക്ക് ചില മമ്മൂട്ടി ഫാൻസ് ഒപ്പം ഉണ്ട്. അവരോട് തന്നെ ചോദിച്ചു, ചേട്ടാ പ്രതീക്ഷ എന്താണ്? നല്ല പ്രതീക്ഷയാണ്. നമുക്ക് പറഞ്ഞ പോലെ മലയാള സിനിമയിലെ വഴിത്തിരിവാകുന്നതാണ്. നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് കട്ട വെയിറ്റിംഗ്. അതെ, ആ ഒരു കട്ട വെയിറ്റിംഗിൽ നിൽക്കുകയാണ് ആരാധകർ. സ്വാഭാവികമാണ്. നമ്മളിപ്പോൾ കാണുന്നത് എല്ലാവരും 9:15 സ്വാഭാവികമായിട്ട് സിനിമ തുടങ്ങും. അപ്പോൾ അതനുസരിച്ചുള്ള തിരക്കിൽ നിൽക്കുന്ന ഫാൻസിനെയാണ് നമ്മൾ കാണുന്നത്. എല്ലാവരും കൂട്ടത്തോടെ നിൽപ്പുണ്ട്. ഇതൊക്കെ മമ്മൂട്ടി ഫാൻസിന്റെ ആളുകളാണ്. ഇവരെല്ലാവരും ചേർന്ന് വലിയ ആഘോഷമാക്കുകയായിരുന്നു. കുറച്ച് നിമിഷം മുമ്പ് ഇവിടെ ഹാരവടിയിലേക്ക് ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ഫ്ലെക്സുകൾ ചുറ്റും ഈ ഏരീസ് ഫ്ലെക്സ് തിയേറ്ററിന്റെ കോമ്പൗണ്ടിൽ ഇവരെ സ്ഥാപിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ചോദിച്ചു, ചേട്ടാ പ്രതീക്ഷ എത്രമാണ്? പ്രതീക്ഷയുടെ അപ്പുറമാണ് ഞങ്ങള്. പിന്നെ എല്ലാം ഷോ കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ വരും, എന്നിട്ട് ഞങ്ങൾ കുറച്ച് പറയും. കാരണം 18 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ മലയാളത്തിൻ്റെ 2 നക്ഷത്രങ്ങൾ ഒന്നിക്കുകയാണ്. ഒരു ന്യൂ ജനറേഷൻ, പുതിയ ജനറേഷൻ ചിലപ്പോൾ തിയേറ്ററിൽ അവരൊന്നിക്കുന്ന സിനിമ കാണുന്നത് ആദ്യമായിട്ടായിരിക്കും. 18 വർഷം കഴിഞ്ഞു. SSLC പ്ലസ് ടു കഴിക്കുന്ന കുട്ടികൾ തിയേറ്ററിൽ നിന്നും അവരുടെ ആദ്യത്തെ അനുഭവമായിരിക്കാം. ഇന്നും മലയാള സിനിമയിലല്ല, ലോക സിനിമയിൽ 50 വർഷമായി പിടിച്ചു നിൽക്കുന്ന 2 നടന്മാരേ ഉള്ളൂ ലോക സിനിമയിൽ. അത് മമ്മൂക്കയും ലാലേട്ടനും തന്നെയാണ്. ഇത്രയും വലിയൊരു ബിഗ് സിനിമ എടുക്കാൻ സന്മനസ് കാണിച്ച ആൻഡ്രൂ ജോസഫിന് വീണ്ടും ബിഗ് സല്യൂട്ട്. അതെ, തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഹോളിവുഡിനെയും ബോളിവുഡിനെയും വെല്ലുന്ന ചിത്രമായിരിക്കും. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇങ്ങനെയും സിനിമ എടുക്കാമെന്ന് പുതിയ തലമുറയിൽ ഒരു സിനിമയ്ക്ക് പോലും സഹസംവിധായകനാകാത്ത ഈ സിനിമയുടെ ഡയറക്ടർ, അദ്ദേഹം ഒരു എഡിറ്ററായിരുന്നു. അദ്ദേഹം എടുത്ത സിനിമകളെല്ലാം വൻ വിജയങ്ങളായിരുന്നു. ഇത്രയും വലിയ സ്റ്റാർഡം വെച്ചെടുക്കുന്ന ഈ സിനിമ മഹേഷ് നാരായണൻ്റെ ഒരു പൊൻതൂവലായിരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു മാറ്റം. സൂപ്പർ ഹിറ്റായിട്ട് മാറും പടം. 500 കോടി പോകും. വാനോളം അങ്ങനെയാണല്ലോ. വാനോളം പ്രതീക്ഷയായിട്ടാണ്. ഏകദേശം സമയം ഇപ്പോൾ അടുത്തെത്തി തുടങ്ങി. സ്വാഭാവികമായിട്ടും ആളുകൾ തിയേറ്ററിലേക്ക് പോകുന്ന ഒരു സമയം കൂടിയാണിത്. താരങ്ങളെല്ലാവരും കൊച്ചിയിൽ തന്നെയായിരിക്കും. മമ്മൂട്ടിയും മോഹൻലാലും കേരളത്തിലില്ല എന്നുള്ള വിഷമം ആരാധകർക്കുണ്ടെങ്കിൽ പോലും അതൊന്നും വകവയ്ക്കാതെ അവർ വലിയ പ്രതീക്ഷയാണ്. കാരണം ഇതൊരു ഡ്രീം കാസ്റ്റ്. ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ, മമ്മൂട്ടി, മോഹൻലാൽ, നയൻതാര തുടങ്ങി വലിയ താരനിര. സ്വാഭാവികമായിട്ടും ആ രീതിയിൽ തന്നെ ജനങ്ങൾ എക്സ്പെക്ട് ചെയ്യുകയാണ്. എന്തായാലും 9:15 ആദ്യ ഷോ ആരംഭിക്കും. ഇതാണ് നമ്മൾ നേരത്തെ വലിയ ആഘോഷം ഉണ്ടായിരുന്നു. ചെണ്ടകൊട്ടും പരിപാടിയും പൂവിടലും തുടങ്ങി കുറേ പരിപാടി ഉണ്ടായിരുന്നു. ഫ്ലെക്സ് ചുറ്റും ഉണ്ടായിരുന്നു. എന്തായാലും മമ്മൂക്കയുടെ 433ാമത്തെ സിനിമ, അതിനകത്ത് ലാലേട്ടൻ്റെ എൻട്രിയും കൂടെ വരുമ്പോഴേക്കും വലിയ പ്രതീക്ഷയായിട്ട് നിൽക്കുകയാണ് ആരാധകർ. ഭയങ്കര പ്രതീക്ഷയാണ്. കാരണം മോഹൻലാൽ മമ്മൂട്ടി ഒരുപാട് നാളിന് ശേഷം ഒന്നിക്കുന്നതല്ലേ. പണ്ട് നമ്പർ 20 വന്ദരാസ്മയിലും ഹരികൃഷ്ണൻസും പിന്നെ 2020 ഒക്കെ തിയേറ്ററിൽ കണ്ട എക്സ്പീരിയൻസ്. അതെ 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 അതുകൊണ്ട് തന്നെ പ്രതീക്ഷ ഉണ്ട്. പിന്നെ മഹേഷ് നാരായണൻ്റെ ടേക്ക് ഓഫ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. നല്ലൊരു മേക്കറാണ്. അതുകൊണ്ട് ഒരു ഭയങ്കര മാസി അല്ലെങ്കിലും ഒരു കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് ഇവരുടെ ഒരു പെർഫോമൻസ് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. 3 മണിക്കൂർ കഴിഞ്ഞ് സന്തോഷത്തോടെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അതെ അതെ, അതാണ് ആ 3 മണിക്കൂറാണ് ചിത്രത്തിന്റെ ദൈർഘ്യം. അത് സന്തോഷത്തോടു കൂടി കാണാൻ കഴിയും എന്നുള്ള വിശ്വാസത്തിൽ പ്രേക്ഷകർ നിൽക്കുകയാണ്. എന്നാൽ പോലും 18 വർഷങ്ങൾക്ക് ശേഷം ഇവർ ഒന്നിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ ആവില്ല എന്ന പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. നമുക്ക് കാണാം ഫാൻസൊക്കെ ഇവിടെ മമ്മൂക്കയുടെ ചുറ്റുമൊക്കെ കൂടിയിരുന്ന് ഫ്ലെക്സിൽ ചുറ്റും ഫോട്ടോ എടുക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ കുടുംബ പ്രേക്ഷകർ വളരെയധികം രീതിയിൽ കൂടുന്നുണ്ട്. ഫാൻസ് മാത്രമല്ല, ഫാമിലി ഓഡിയൻസും എത്തുന്നുണ്ട്. നമുക്ക് അവരോടും കൂടെ ചോദിക്കാം, എത്രമാത്രം പ്രതീക്ഷയുണ്ട് പടത്തിൽ? പ്രതീക്ഷ ഒരു 95% പ്രതീക്ഷ. മമ്മൂട്ടി ഫാനാണ് നമ്മൾ. പിന്നെ മലയാള സിനിമയിൽ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് കൊടുത്തുകൊണ്ടുള്ളൊരു സിനിമ ഇത് ആദ്യമായിട്ടായിരിക്കും. ബാക്കിയെല്ലാം കണ്ടതിന് ശേഷം പറയാം. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഒരു പ്രതീക്ഷയുടെ കുടുംബമായിട്ടാണ് കുറെ പേര് എത്തുന്നത്. അപ്പോൾ രാവിലത്തെ ഷോ സാധാരണ ഫാൻ ഷോ എന്നുള്ള രീതിയിലൊക്കെ മാറ്റി, രാവിലെ പുലർച്ചെ ഒന്നും ഷോസ് ഇല്ലായിരുന്നു, അതൊക്കെ മാറ്റി നിർത്തി ഇവരിപ്പോൾ സീറ്റ് പിടിക്കാനുള്ള പരിപാടിയിലാണ്. 9:10 5 മിനിറ്റ് കൂടിയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു തിരക്കിൽ തിരിച്ച് തിയേറ്ററുകളിലേക്ക് കയറുക എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. എന്തായാലും വലിയ ആവേശത്തോടു കൂടി മമ്മൂട്ടി ആരാധകർ നിൽക്കുന്നു. മമ്മൂട്ടിയും മോഹൻലാലിനെയും ഒരുമിച്ച് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കാണാൻ കഴിയുന്നു. മഹേഷ് നാരായണൻ എന്ന സംവിധായകൻ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം
അസിസ്റ്റ് ചെയ്തിട്ടില്ല ഡയറക്ഷനിൽ. പക്ഷേ അദ്ദേഹം മുമ്പ് എഡിറ്ററായിരുന്നു. വിശ്വരൂപം ഉൾപ്പെടെയുള്ള സിനിമകൾ എഡിറ്റ് ചെയ്ത മനുഷ്യനാണ്. അപ്പോൾ ഇന്ത്യൻ സിനിമയിൽ തന്നെ പ്രധാനപ്പെട്ട പങ്കുകൾ വഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. ആ വ്യക്തിയിൽ നിന്നും ഒരു നിരാശ പ്രതീക്ഷിക്കുന്നില്ല ആരാധകർ. ആ ഒരു 18 വർഷത്തിന് ശേഷം ഒന്നിക്കുന്നുണ്ടെങ്കിൽ അത് ഉണ്ടായിരിക്കും, അതിനൊരു കാരണം ഉണ്ടായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. എന്തായാലും തിയേറ്ററിലേക്ക് ആളുകൾ കയറണമല്ലോ, ആ ഒരു സമയത്തിലേക്കാണ് നിൽക്കുന്നത്. ആവശ്യം ജനസമുദ്രം ആ ഒരു ജനസമുദ്രത്തിൽ നിൽക്കുകയാണ്. എന്തായാലും മൊത്തം പ്രേക്ഷകരും തിയേറ്ററിലേക്ക് പോകുന്ന കാഴ്ചയാണ് നിലവിൽ തിരുവനന്തപുരത്ത് സംഭവിക്കുന്നത്. അവസാന നിമിഷം എത്തിച്ചേരുന്ന ആളുകളുമുണ്ട്. ഇതാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള കാഴ്ച. റൈറ്റ്, ഹരിയാണ് തിരുവനന്തപുരത്ത് ചേർന്ന്